അമേരിക്കയിൽ സ്ഥിരതാമസം നേടാനുള്ള അതിവേഗ പാതയായ ഗോൾഡ് കാർഡ് പദ്ധതി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. ഇതിന്റെ ഭാഗമായി ഗോൾഡ് കാർഡിന്റെ അപേക്ഷാ ഫോമായ I-140Gയുടെ കരട് രൂപം സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിന് കീഴിലുള്ള മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഓഫീസിന് സമർപ്പിച്ചു. ഈ നടപടി പൂർത്തിയായാൽ മാത്രമേ ഫോം ഔദ്യോഗികമായി ഉപയോഗിക്കാൻ സാധിക്കൂ. സമ്പന്നരായ വിദേശികൾക്ക് വലിയ തുക സംഭാവന നൽകി അതിവേഗം സ്ഥിരതാമസാനുമതി നേടാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഗോൾഡ് കാർഡ്. പദ്ധതി പ്രകാരം വ്യക്തിഗത അപേക്ഷകർക്ക് $1 മില്യൺ US ട്രഷറിയിൽ സംഭാവന നൽകേണ്ടത്. കോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന അപേക്ഷകൾക്ക് $2 ബില്യൺ സംഭാവന നൽകണം. അപേക്ഷാ ഫീസ് $15,000 ആയിരിക്കും. ഗോൾഡ് കാർഡ് അപേക്ഷകർക്ക് അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളവരും ആയിരിക്കണം. അപേക്ഷകർക്ക് EB-1 അല്ലെങ്കിൽ EB-2 വിസ വിഭാഗത്തിലാകും സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുക. ഇത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് തീരുമാനമെടുക്കുക. അപേക്ഷകർക്ക് മറ്റ് സ്ഥിരതാമസക്കാരെയും പൗരന്മാരെയും പോലെ തന്നെ പരിഗണന ലഭിക്കും. അതേസമയം ദേശീയ സുരക്ഷാപരമായ കാരണങ്ങളോ മറ്റ് അപകടങ്ങളോ ഉണ്ടായാൽ ഗോൾഡ് കാർഡ് റദ്ദാക്കാൻ സാധ്യതയുണ്ട്. ഗോൾഡ് കാർഡ് അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിൽ ഗോൾഡ് കാർഡിനുള്ള അപേക്ഷ സമർപ്പിക്കണം. രണ്ടാമതായി pay.gov വഴി $15,000 ഫീസ് അടയ്ക്കണം. ഇത് നോൺ റീഫണ്ടബിൾ തുകയാണ്. മൂന്നാമതായി I-140G ഫോം സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൽ സമർപ്പിക്കണം. ഇതുവഴി അപേക്ഷകന്റെ യോഗ്യത വിലയിരുത്താനും സംഭാവന ചെയ്ത പണത്തിന്റെ ഉറവിടം നിയമപരമാണോ എന്ന് പരിശോധിക്കാനും ഏജൻസിക്ക് സാധിക്കും. അപേക്ഷ അംഗീകരിച്ച് ഇമിഗ്രന്റ് വിസ നമ്പർ ലഭ്യമായാൽ അപേക്ഷകൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വഴി വിദേശത്തുള്ള കോൺസുലർ പ്രോസസ്സിംഗ് പൂർത്തിയാക്കി സ്ഥിര താമസക്കാരനായി പ്രവേശിക്കണം. നിലവിൽ US-ലുള്ളവർക്ക് സ്റ്റാറ്റസ് ക്രമീകരണം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് കരട് നിർദ്ദേശങ്ങളിൽ വ്യക്തതയില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇമിഗ്രേഷൻ സ്ഥാപനത്തിലെ സീനിയർ കൗൺസിലറെ ഉദ്ധരിച്ച ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ഗോൾഡ് കാർഡ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ചുവടുവെപ്പാണ് കരട് ഫോമെന്നും പ്രക്രിയ ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നും വരും ആഴ്ചകളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷം ഏകദേശം 1000 വ്യക്തികൾ ഫോം I-140G സമർപ്പിക്കുമെന്ന് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കണക്കാക്കുന്നുണ്ട്. അതേസമയം ഗോൾഡ് കാർഡിന് പുറമെ US ഭരണകൂടം നടപ്പാക്കുന്ന പ്ലാറ്റിനം കാർഡ് പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. സെപ്റ്റംബറിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്ലാറ്റിനം കാർഡ് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായിരുന്നില്ല. എന്നാൽ ഗോൾഡ് കാർഡ് വെബ്സൈറ്റിൽ പ്ലാറ്റിനം കാർഡിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. $5 മില്യൺ US സർക്കാരിന് സംഭാവന ചെയ്യുന്ന വിദേശികൾക്കാണ് പ്ലാറ്റിനം കാർഡ് ലഭിക്കുക. ഇവർക്ക് US-ൽ നികുതിയില്ലാതെ വർഷം 270 ദിവസം വരെ താമസിക്കാം. നിലവിൽ trump.gov എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്ലാറ്റിനം കാർഡിനുള്ള സ്പോട്ട് റിസർവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.